ആതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് ചികിത്സ നൽകി. മസ്തകത്തിലെ ആഴത്തിലുള്ള മുറിവിൽ നിന്ന് പഴുപ്പ് നീക്കം ചെയ്ത ശേഷം മരുന്ന് നൽകി ആനയെ കാട്ടിലേക്ക് മോചിപ്പിച്ചു. ആനയ്ക്ക് തുടർ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്കരയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആനയ്ക്ക് ചികിത്സ ഒരുക്കിയത്. 1.5 ദിവസം മുമ്പേ ദൗത്യത്തിനിടയിൽ കാട്ടിലേക്ക് ഉൾവലിഞ്ഞ ആനയെക്കുറിച്ച് വിവരങ്ങളുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ 3 കാട്ടാനകൾക്കൊപ്പം നിന്ന കൊമ്പൻ വെറ്റിലപ്പാറ 14 നിന്ന് ചാലക്കുടി പുഴയുടെ തുരുത്തിലേക്ക് മാറിയതോടെയാണ് ആനയെ കണ്ടത്. ഇതിനിടയിൽ ദൗത്യസംഘം മേഖലയിലെത്തി. ആനക്കൂട്ടത്തിൽ നിന്ന് വേർപെടുത്തിയ കൊമ്പനെ കാലടി പ്ലാന്റേഷന്റെ 2ാം ബ്ലോക്കിൽ വെച്ച് മയക്കുവെടി വെച്ചു. രണ്ട് തവണ വെടിയേറ്റ കൊമ്പൻ അരമണിക്കൂറിനുള്ളിൽ മയങ്ങി. തുടർന്ന് ഡോക്ടർ അരുൺ സക്കരയുടെ നേതൃത്വത്തിൽ ആനയ്ക്ക് ചികിത്സ നൽകി. ആനകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോഴുണ്ടായ ആഴത്തിലുള്ള മുറിവാണ് ആനയുടെ മസ്തകത്തിൽ കണ്ടതെന്ന് അരുൺ സക്കറിയെ വ്യക്തമാക്കി. ദൗത്യസംഘം വിജയകരമായി പൂർത്തിയാക്കിയതായി DFO R ലക്ഷ്മി പറഞ്ഞു. എന്തായാലും ദൈവത്തിന്റെ സഹായത്താലും നമ്മുടെ ഡോക്ടറിന്റെ സഹായത്താലും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനായാലും നമുക്ക് ദൗത്യം വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചു. വരും ദിവസങ്ങളിലും ആനയെ നിരീക്ഷിക്കുന്നത് തുടരുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. ജനം, തിരുവനന്തപുരം.